نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات فبشر الصابرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നിന്നാൽ അതെത്ര തന്നെ എണ്ണിയാലും നമുക്ക് സാധിക്കില്ല എന്നതൊരു പരമാർത്ഥമാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, അവൻ നമുക്ക് നൽകിയിട്ടുള്ള സമാധാനമാകട്ടെ, ജീവിതമാകട്ടെ, വാഹന സൗകര്യങ്ങളാകട്ടെ, നമ്മുടെ ശാരീരികമായിട്ടുള്ള അവയവങ്ങൾ, യാതൊരു പ്രയാസവുമില്ലാത്ത അവയവങ്ങളായിക്കൊള്ളട്ടെ, നമുക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ, മറ്റനുഗ്രഹങ്ങൾ, ഇങ്ങനെ നമ്മൾ ഈ ഇത്തരം അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ നിന്നാൽ അതൊരിക്കലും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എണ്ണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സൂറത്ത് നഹ്ലിലെ 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മൾ പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നിന്നാൽ ഇല്ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് എത്ര തന്നെ എണ്ണിയാലും അത് തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ്. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതായത് ഇത്തരം അനുഗ്രഹങ്ങൾ നമുക്ക് എത്ര തന്നെ നമ്മളതിങ്ങനെ തിട്ടപ്പെടുത്താൻ നിന്നാലും അതൊരിക്കലും അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം അത്രയേറെ അനുഗ്രഹങ്ങൾ പടച്ചറപ്പ് മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും തന്നെ ഉത്തമമായിട്ടുള്ള ഒരു അനുഗ്രഹം ഏതാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും അതിന് ഉത്തരം പറയുക? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വിലപിടിപ്പുള്ള, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്താണ്. അതായത് നമ്മളെയൊക്കെ മുസ്ലിമാക്കി മാറ്റി എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് പല ആളുകൾക്കും ലഭിക്കുന്നില്ല
അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് ഈ ഇസ്ലാം സ്വീകരിച്ച് അങ്ങനെ വന്ന ആളുകളുണ്ടായിരിക്കും. പലപ്പോഴും നമുക്ക് അതിൻ്റെ പോലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം നമുക്കിത് പാരമ്പര്യമായി ലഭിച്ചതാണ്. നമ്മുടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പൂർവികരായുള്ള ആളുകൾ മുസ്ലിങ്ങളായി എന്ന കാരണം കൊണ്ട് നമ്മളും എന്തായി തീർന്നതാണ്, മുസ്ലിങ്ങളായി തീർന്നതാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനോ അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പഠിച്ച് അറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊന്നുമല്ല. അങ്ങനെ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഇത് അല്ലാഹു നമുക്ക് ജന്മനാ നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് അൻആമില് 125 ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം എന്ന അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് സന്മാർഗം കാണിച്ചു തരാൻ ഇസ്ലാം അയാൾക്ക് ഒരു മതമായിട്ട് സ്വീകരിക്കാൻ ഒരാൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം എന്ന അയാളുടെ ഹൃദയത്തിന് ഇസ്ലാമിലേക്കുള്ള ഒരു വികാസം അല്ലെങ്കിൽ ഇസ്ലാമിലേക്കുള്ള ഒരു വഴി അയാളുടെ ഹൃദയത്തിന് അള്ളാഹു കാണിച്ചു തരും. അത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അള്ളാഹു പ്രത്യേകം പരിഗണിക്കുകയും അള്ളാഹു പ്രത്യേകം കണക്കാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അനുഗ്രഹമാണ് ഈ പറയുന്ന ഹിദായത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഹിദായത്ത് ലഭിച്ചിട്ടുള്ള ഈ ആളുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ ഒരു മതത്തെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ഒരു മതമാണ്. അതും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തു മാഇദയിലെ 4-ാമത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായുള്ള ഒരു ആയത്താണ്. കാരണം ഈ ഒരു ആയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം ഓതിയിട്ട് ജനങ്ങളെ ഉപദേശിക്കുന്നത്. ഈ ഒരു ആയത്ത് അദ്ദേഹം ഓതുന്ന സമയത്ത് പല സഹാബിമാർക്കും ഇത് പ്രവാചകന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം അവസാനിക്കാൻ പോകുന്നതാണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ വഫാത്താണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നതുപോലും മനസ്സിലായി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അതായത് ആ ഒരു ആയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായുള്ള ഒരു ആയത്തിന്റെ മുഴുവനില്ല, വളരെ കുറച്ചൊരു ഭാഗം. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ആയത്താണ്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം അല്ലാഹു പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെയും അതനുസരിച്ചുള്ള അള്ളാഹു നൽകിയുള്ള അനുഗ്രഹവും നിങ്ങൾക്ക് ഇന്നേ ദിവസം പൂർണ്ണമാക്കി തരികയാണ്. ഇനി ഇസ്ലാമിക നിയമങ്ങളോ ഒന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങാനില്ല. ഇസ്ലാമിന്റെ വഹിയുമായി കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ വഹിയുമായി കൊണ്ട് ഒരു മാലാഖയും ഒരു മലക്കും ഈ ഭൂമിയിലേക്ക് വരാനും പോകുന്നില്ല. അതാണ് ഈ ആയത്തിന്റെ ആശയം പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ അള്ളാഹു നിങ്ങൾക്ക് മതമായി കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതായത് അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു മതമാണ് എന്ത് എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്. മറ്റൊരായത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സൂറത്തു ആലി ഇംറാനിലെ 19-ാമത്തെ ആയത്താണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഏക മതം എന്നുള്ളത് ഇസ്ലാം മാത്രമാണ്. അതായത് ഇസ്ലാം സ്വീകരിച്ച ഒരാൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് രക്ഷയും സ്വർഗവും ഉള്ളൂ എന്നും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ഒരാൾക്കും അത് ലഭ്യമാകുകയില്ല എന്നുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന മതം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ് എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അള്ളാഹു അനുഗ്രഹിച്ച് പ്രത്യേകമായി പരിഗണിച്ച ആളുകൾക്ക് മാത്രമേ ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അള്ളാഹു പറയുന്നത് അള്ളാഹു തൃപ്തിപ്പെട്ട മതമാണ് ഇസ്ലാം. തൃപ്തിപ്പെട്ട് ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മൂന്നാമത് അള്ളാഹു പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ
അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ഈ നാലാമത്തെ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇതേ ആശയം വരുന്ന ഒരായത്തെ കൂടി നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുക. ആ ആയത്ത് എന്ന് പറയുന്നത് 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ ആയത്താണ്. ആ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കുൻതും ഖൈറു ഉമ്മത്തി, നിങ്ങളൊരു ഉത്തമ സമുദായമാണ്, ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ള അയക്കപ്പെട്ടിട്ടുള്ള ഒരു ഉത്തമ സമുദായമാണ് നിങ്ങൾ. അതായത് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്നുള്ളതാണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ സംഗതി ഒരിക്കൽ കൂടി പറയാണ്, അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്ന്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. 2, അള്ളാഹു തൃപ്തിപ്പെട്ട മതം, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. 3, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഏക മതം, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. 4-മതായി പറഞ്ഞത് അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ എന്തിനാണ് സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെ ഇത്രയേറെ പ്രാധാന്യം അള്ളാഹു ഇസ്ലാമിനും അത് സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. അതിന്റെ കാരണമായിട്ട് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നസുല്ലാഹ ഫനസിയഹും എന്നുള്ളതാണ്. അതായത് ഇസ്ലാം ഒക്കെ സ്വീകരിച്ചു മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു സമുദായമോ ആളുകളോ അള്ളാഹുവിനെ അവർ അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ അവർ മറന്നു കളയുകയാണ് എന്നുണ്ടെങ്കിൽ ഫനസിയഹും, അള്ളാഹു അവരെയും എന്ത് ചെയ്യും, മറന്നു കളയുകയും കൈവിടുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇസ്ലാം സ്വീകരിച്ചു എന്നതുകൊണ്ടോ മുസ്ലിങ്ങളായി എന്ന് അവകാശപ്പെടുന്നത് കൊണ്ടോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മറിച്ച് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ നമ്മൾ ദൈവമായി അംഗീകരിക്കുകയും എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്നുണ്ടോ എങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള സഹായമൊക്കെ പടച്ച റബ്ബിന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-മത്തെ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ കൃത്യമായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളും മറ്റൊക്കെ ജീവിതത്തിൽ പുലർത്തുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഇത്തരത്തിലുള്ള സംഗതികളെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നുള്ളതാണ്. അതായത് അള്ളാഹു പറയുന്നത്, ഇത്തരം സംഗതികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഇതൊരു പരീക്ഷണമാണ് എന്നുള്ളതാണ്. അതായത് ഇന്ന് നമുക്ക് മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, മറ്റുള്ള എന്തൊക്കെ സംഗതികളാകട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പരീക്ഷണമാണ് എന്ന രീതിയിലാണ് ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് സൂറത്ത് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 155-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, പല നബുലുമന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പല നബുലുമന്നക്കും, ഇത് ഒരു പ്രയോഗമാണ്, ലാ എന്ന് പറയുന്ന പ്രയോഗം. ഇത് നിർബന്ധമായും ഉറപ്പായും ചെയ്യും എന്നതിന് അള്ളാഹു അല്ലെങ്കിൽ അറബി ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. പല നബുലുമന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ കാര്യത്തിൽ പരീക്ഷിക്കും? ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഈ ഒരു പരീക്ഷണം ഇന്ന് നമ്മൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം പലപ്പോഴും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ ഭയത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും എന്നുള്ളതാണ്. പിന്നെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ധനത്തെ പിടിച്ചു വെച്ചുകൊണ്ട്, ധനത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ അള്ളാഹു തിരിച്ചു വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ കായ്ക്കനികളിൽ അതായത് ഭക്ഷണത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടൊക്കെ പല രീതിയിൽ എന്തെയും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഈ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പല പ്രവാചകന്മാർക്കും അതികഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന സംഗതികളാണ്. ശാരീരികമായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പട്ടിണി കിടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നാട്ടുകാരെ
അല്ലെ? അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പാലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുള്ള പരീക്ഷണങ്ങളാണ്. ഇത് ഇതിന്റെ മുൻകഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്മാറിന്റെയും യാസിറിന്റെയും അതുപോലെ തന്നെ ബിലാലിന്റെയും ഹബ്ബാബ് റളിയല്ലാഹുവിന്റെ ഒക്കെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. എന്തിനേറെ പറയുന്നു, ഇസ്ലാമിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സഹാബിമാരായിട്ടുള്ള ഏറ്റവും ശക്തരായുള്ള സഹാബിമാരായിട്ടുള്ള ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾക്ക് പോലും ശത്രുക്കളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളും യാതൊരു തരത്തിലുള്ള പരീക്ഷണവും ഏൽക്കാതെ ബുദ്ധിമുട്ടും ഏൽക്കാതെ ഈ ഭൂമിയിൽ അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ഒരു ഉറപ്പൊന്നും പടച്ച റബ്ബ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നൽകിയിട്ടില്ല. പകരം അള്ളാഹു പറയുന്നത് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകൾക്കും ബാധകമായ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, അതുപോലെ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്തൊക്കെ സംഗതികളുണ്ടോ ഈ സംഗതികളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പരീക്ഷണമാണ് എന്നുള്ള രീതിയിലാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അതായത് ഇസ്ലാം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നിമിഷങ്ങൾക്കുള്ളിൽ അതിക്രൂരമായുള്ള പരീക്ഷണം ഏൽക്കേണ്ടി വന്ന ഒരു വിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അറിയുന്നത്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, നിമിഷങ്ങളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ മിനിറ്റുകളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിക്രൂരമായിട്ടുള്ള പരീക്ഷണം അവർ കേൾക്കേണ്ടി വന്നു, അതിക്രൂരമായിട്ടുള്ള പീഡനം അവർ കേൾക്കേണ്ടി വന്നു. അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന, ഫിർഔന്റെ കാലത്തുണ്ടായിരുന്ന ജാലവിദ്യക്കാരായിരുന്നു. അത് ആ ജാലവിദ്യക്കാർ ഇസ്ലാം സ്വീകരിക്കുകയും ആ സ്വീകരണം പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് അതിക്രൂരമായുള്ള പരീക്ഷണമാണ്, പീഡനമാണ് അവർ കേൾക്കേണ്ടി വന്നത്. ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ആ ചരിത്രം? ഫിർഔനിന്റെ അടുക്കലേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുകയാണ് അള്ളാഹുവിന്റെ ദീനും പരിചയപ്പെടുത്തിക്കൊണ്ട്. കാരണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യിലുള്ളത് എന്ന് പറയുന്നത് ഒരു മോചിസത്താണ്. മോചിസത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി നിലത്തിട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? പാമ്പായിട്ട് മാറും. ഫിർഔൻ പറഞ്ഞത് ഇതൊരു സിഹ്റാണ് എന്ന. സിഹ്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇതൊരു ജാലവിദ്യയാണ് എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ സാഹിറുമാര്, ജാലവിദ്യക്കാര് എന്റെ അടുക്കലുണ്ട് എന്നും, അതുകൊണ്ട് നീ അവരുമായിട്ടൊന്ന് ഏറ്റുമുട്ടി നോക്ക്, നീ തീർച്ചയായും പരാജയപ്പെടും മൂസ എന്നും മൂസ അലൈഹിസ്സലാമെ വെല്ലുവിളിച്ചുകൊണ്ട് മൂസായും ഫിർഔൻ ഏർപ്പാടാക്കുന്ന ജാലവിദ്യക്കാരും തമ്മിൽ ഒരു മാജിക് കോമ്പറ്റീഷൻ, ഒരു ജാലവിദ്യ മത്സരം നടത്തുകയാണ്. മത്സരം നടത്താൻ അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. മൂസ അലൈഹിസ്സലാമയുടെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇട്ടു. നിലത്തേക്ക് ഇട്ട സമയത്ത് ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. ആ വടി ഇങ്ങനെ ഇളകുന്ന ഒരു പാമ്പായിട്ട് മാറി. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഈ നിൽക്കുന്ന ഈ ജാലവിദ്യക്കാരായ ആളുകളും ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഈ ഒരു വേദിയിൽ ഒത്തുകൂടി നിൽക്കുന്ന സമയത്ത് ആരാദ്യം വടി താഴ്ത്തിക്കൊള്ളും എന്ന് ചോദിക്കുമ്പോൾ മൂസ ജാലവിദ്യക്കാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വടി താഴത്തേക്ക് ഇട്ടുകൊള്ളുക എന്ന. അവർ അവരുടെ വടി താഴത്ത് കിട്ടു. വടി മാത്രമല്ല, വടി കുറെ കയറൊക്കെ ഉണ്ടായിരുന്നു. ഈ കയറൊക്കെ താഴത്ത് കിട്ട സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ഇളകുന്ന പാമ്പുകളായിട്ട് മൂസ കാണുകയാണ്. മൂസ മാത്രമല്ല, മൂസയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഈ പറയുന്ന വടിയൊക്കെ ഇങ്ങനെ ഇളകുന്നതായിട്ട് പാമ്പായിട്ട് കാണാണ്. അവർക്ക് തോന്നിപ്പോവുകയാണ് ഇതെല്ലാം പാമ്പായിട്ടുണ്ട് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് മൂസായും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയും ഭയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടു പോയത്? കാരണം തങ്ങളുടെ കയ്യിലുള്ള ഒരു മുഅ്ജിസത്തും ഇത് തന്നെയാണ്. ഇവർ എന്താണോ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി എന്റെ കയ്യിലും ഒരു വടിയുണ്ട്, ആ വടിയിട്ടാലും ഇവര് വടിയിട്ടുമ്പോ അല്ലെങ്കിൽ കയറൊക്കെ ഇട്ട സമയത്ത് ഏത് രൂപത്തിലാണോ പാമ്പായിട്ട് മാറിയത് അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഇനി എന്ത് പറ്റിപ്പോകും, ഞാൻ ഇതിൽ പരാജയപ്പെട്ടു പോകുമോ എന്നൊരു ഭയം മൂസയുടെ അടുത്തേക്ക് വരുമ്പോ അള്ളാഹു ഇടപെട്ടിട്ട് മൂസ, നീ ഭയപ്പെടണ്ട, നീ നിന്റെ വടി താഴത്ത് വിട്ടുകൊള്ളുക എന്ന് പറയാണ്. അദ്ദേഹവും എന്ത് ചെയ്തു? ആ വടി താഴത്ത് വിട്ടു. വടി താഴത്ത് വിട്ട സമയത്ത് മൂസ അലൈഹിസ്സലാമയുടെ വടി ഒരു വലിയ പാമ്പായിട്ട് മാറി. ആ വലിയ പാമ്പായിട്ട് മാറിയിട്ട് ആ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പാമ്പുകളെയും ഈ വടി അങ്ങ് വിഴുങ്ങി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാമ്പ് അങ്ങ് വിഴുങ്ങി എന്നുള്ളതാണ്. ഇത് കണ്ട സമയത്ത് ആ ജാലവിദ്യക്കാർക്ക് ബോധ്യപ്പെട്ടു, ഇതൊരു മാജിക് അല്ല, ഇതൊരു സിഹറുമല്ല, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട്. കാരണം
വടിയിട്ട പാമ്പാവുക എന്നൊക്കെ പറയുന്നത് ഒരു കൺകെട്ട് മാത്രമാണ്. എന്നാൽ അതിന്റെ അപ്പുറത്തേക്കുള്ള എന്തോ ഒരു ശക്തി മൂസായുടെ പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ജാലവിദ്യക്കാര് അവിടെ വെച്ച് തന്നെ മൂസ അലൈഹിസ്സലാമയുടെയും ഹാറൂൻ അലൈഹിസ്സലാമയുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. സൂറത്ത് ത്വാഹയിലെ 65-ാമത്തെ ആയത്ത് മുതൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചരിത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരവരും എന്ത് ചെയ്യാണ്, അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നതാണ്. ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ അപമാനമായിട്ട് മാറി. അപമാനമായി മാറിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ താൻ കൊണ്ടുവന്നിട്ടുള്ള തന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്റെ ഒരു കൽപ്പന വരുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുകയോ തന്റെ മതം വിട്ടുപോയിട്ട് മൂസായുടെ മതത്തിൽ സ്വീകരിക്കുകയോ എങ്ങനെ സാധിക്കും? ഫിർഔനെ സംബന്ധിച്ച് അത്രയും അഹങ്കാരിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഇതൊരിക്കലും സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമായിരുന്നു. അവിടെ വെച്ച് ഫിർഔൻ പ്രഖ്യാപിക്കുന്നുണ്ട്, എന്റെ കൽപ്പന വരുന്നതിന് മുമ്പ് നിങ്ങൾ മൂസായിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അതിക്രൂരമായിട്ട് തന്നെ പീഡിപ്പിക്കും. ആ പീഡനം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സൂറത്ത് തൗബയിൽ സൂറത്ത് ത്വാഹയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നിങ്ങളുടെ കൈ കാലുകൾ ഞാൻ വെട്ടിക്കളയും. എങ്ങനെ വെട്ടിക്കളയും? വിപരീത ദിശയിൽ വെട്ടിക്കളയുമെന്ന. അതായത് വലത്തെ കൈ മുറിച്ചു കഴിഞ്ഞാല് ഇടത്തെ കാല് വെട്ടും, അതല്ലെങ്കിൽ ഇടത്തെ കൈ മുറിച്ചു കഴിഞ്ഞാല് വലത്തെ കാല് വെട്ടും. അങ്ങനെ വിപരീത ദിശയിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വെട്ടിക്കളയും. അവിടെയും തീരുന്നില്ല. എന്നിട്ട് പറയുന്നതോ, എന്നിട്ട് നിങ്ങളെ ഞാൻ ഈന്തപ്പനയുടെ തടിയിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുമെന്നാണ്. ഇത് അവൻ ചെയ്യുക തന്നെ ചെയ്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് ഈ ഇസ്ലാം സ്വീകരിച്ച ജാലവിദ്യക്കാരെ ഫിർഔൻ അതിക്രൂരമായിട്ട് തന്നെ ലോഹിച്ചു. അവരുടെ കൈകാലുകൾ അയാൾ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഈത്തപ്പനയുടെ തടിയിൽ അവരെ എന്ത് ചെയ്തു? ഈത്തപ്പന തടിയിൽ അവരെ ക്രൂശിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഫിർഔന്റെ ഈ ഒരു പ്രഖ്യാപനം കേൾക്കുന്ന സമയത്ത് ഈ ജാലവിദ്യക്കാരൊരു മറുപടിയുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഫിർഔൻ ഇവിടെ നിന്നിട്ട് നിങ്ങളുടെ കൈകാലുകൾ മുറിച്ചു കളയും, ഈത്തപ്പന തടിയിൽ നിങ്ങളുടെ ശരീരത്തെ ഞാൻ ക്രൂശിക്കും എന്ന് പറയുന്ന സമയത്ത് ഈ ജാലവിദ്യക്കാര് ഫിർഔനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. സൂറത്ത് തൗബയിലെ 72-ാമത്തെ ആയത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ഒരു മറുപടിയാണ് പലപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മളെ പല രീതിയിൽ ഇകഴ്ത്തുന്ന, അധികാരത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത്, കാലു അവര് പറഞ്ഞു, നീ നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക. ആരാണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഫിർഔനോടാണ് പറയുന്നത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരനായിട്ടൊരു ഭരണാധികാരി എന്ന അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഫിർഔന്റെ മുമ്പിലാണ് ഈ വിശ്വസിച്ച ആളുകൾ ഇസ്ലാം സ്വീകരിക്കുക. എപ്പോഴും അങ്ങനെയാണ്. വല്ലാത്തൊരു നിർഭയത്വം, ഒരു അമ്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ആ ഒരു അമ്ന് നിർഭയത്വമാണ് ഇവിടെ ജാലവിദ്യക്കാർക്ക് ഉണ്ടായത്. കാലു അവർ പറഞ്ഞു, നീ എന്താ ചെയ്തു കൊള്ളുക, ഞങ്ങൾ നിനക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന ഉസിറുക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വിലയും ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നില്ല. എന്തിനേക്കാൾ ഞങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ള ഈ അനുഗ്രഹത്തെക്കാൾ, ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടി ഇപ്പൊ ലഭിച്ചുള്ള ഈ ഹിദായത്തുണ്ടല്ലോ, അതിനേക്കാൾ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല ഫിർഔനെ. അതുകൊണ്ട് നീ എന്താണോ ചെയ്യുന്നത്, എന്താണോ നീ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നീ ചെയ്തു കൊള്ളുക. നീ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നീ ചെയ്തു കൊള്ളുക. നിനക്ക് കൽപ്പിക്കാൻ കഴിയുന്നത്, നിനക്ക് വിധി പറയാൻ കഴിയുന്നത് ഇഹലോകത്ത് മാത്രമാണല്ലോ. ഞങ്ങൾ ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നാളെ പരലോകത്തെത്തുന്ന സമയത്ത് വിജയം ഞങ്ങൾക്കായിരിക്കും. ഇതാണ് ഫിർഔനിന്റെ കാലത്ത് ജാലവിദ്യക്കാർ ഫിർഔനോട് പറഞ്ഞ പ്രഖ്യാപനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവർക്കും നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഭരിക്കാൻ കഴിയുന്നവർക്കും ഒരു വിഭാഗത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഭരണകൂടത്തിനോടുമൊക്കെ നമുക്ക് പറയാനുള്ള കാര്യം ഇതായിരിക്കണം. എന്ത്? നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിലയും ഞങ്ങൾ ചെയ്യുന്നില്ല.
ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല, ഒരു വിലയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. എന്ത് ചെയ്തോ? നീ ഇഹലോകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കൽപ്പിക്കാൻ കഴിയുമോ, എന്തൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ, അതൊക്കെ നിങ്ങൾ ഈ ഇഹലോകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള വിലയും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നൽകുന്നില്ല. നിങ്ങൾക്കെല്ലാം കൽപ്പിക്കാൻ കഴിയുന്നതും നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതും ദ്രോഹിക്കാൻ കഴിയുന്നതും ഇഹലോകത്ത് മാത്രമാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തില് ഞങ്ങൾക്ക് നാളെ വിജയമുണ്ടായിരിക്കും എന്നൊരു പ്രഖ്യാപനമാണ്. ഇത്തരം പരീക്ഷണങ്ങൾ നേരിടുന്ന സമയത്ത് നാം ഓരോരുത്തരും പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമയോടുകൂടി ക്ഷമിച്ചുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങളെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ എല്ലാം സ്വർഗപ്രവേശനത്തെ എളുപ്പമാക്കി തീർക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ ബോധി വെച്ച ആയത്തുണ്ടല്ലോ, പല രീതിയിൽ നിങ്ങളെ പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നത് ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അത് ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക? സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. അതിന്റെ തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും, ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും മുസീബത്ത്, എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിക്കുന്ന സമയത്ത് ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് നിന്നുള്ള ആളുകളാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടക്കപ്പെടുന്നവരുമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പറയുക എന്നുള്ളതാണ്. അത് ഏതൊരു പരീക്ഷണം ഉണ്ടാകുമ്പോഴും പലപ്പോഴും ഈ ഒരു പ്രാർത്ഥന ആരെങ്കിലും ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്. അതല്ല, അങ്ങനെയല്ല. അള്ളാഹുവിന്റെ അതിക്രൂരമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ എടുക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മറക്കാതെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള ആളുകളാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടക്കപ്പെടുന്ന ആളുകളുമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. ഒരിറ്റ ചരിത്ര സംഭവം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, ഇത്തരം പരീക്ഷണങ്ങൾ, അതികഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിമായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്നു എന്നുള്ളതാണ്. അതേത് തരത്തിലുള്ള പരീക്ഷണമാണെങ്കിലും ശരി, ഓരോ പരീക്ഷണങ്ങളും കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങളൊന്നും നമുക്ക് പൊറുക്കപ്പെടുകയും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് എളുപ്പമാക്കപ്പെടുകയും ചെയ്യും. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചരിത്രമുണ്ട്. ആരായിരുന്നു ഖബ്ബാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിലാൽ റളിയല്ലാഹു പോലെ തന്നെ മക്കയിൽ ജീവിച്ചിരുന്ന ഒരു അടിമയായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന സമയത്ത് പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നിട്ട് മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് ഞങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം ഏറ്റിട്ടുള്ള പരീക്ഷണം എത്രത്തോളം കഠിനമായിരുന്നു, ക്രൂരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ചരിത്രം അല്പം കൂടി പിന്നിലേക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു ഭരണാധികാരിയായിരിക്കുന്ന കാലത്ത് ഖബ്ബാബ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഇരിക്കുന്ന ഒരു വേളയില് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽമുണ്ട് കാറ്റിൽ ഇങ്ങനെ പാറിപ്പോകുന്നത് ഉമർ ഇങ്ങനെ കാണാണ്. ഇത് കണ്ട മാത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണങ്ങ് നിറഞ്ഞു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ്. എന്തുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറം കണ്ടിട്ടാണ് അത്രേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നത്. എന്തായിരുന്നു ആ പുറത്ത് എന്നറിയോ? ശത്രുക്കളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പുറം കരിച്ചു കളഞ്ഞു, തീയിട്ടിരുന്നു. ആ തീയിട്ടിട്ട് ഉമർ കാണുന്നത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തെ തോലും അതുപോലെ തന്നെ ഇറച്ചിയും എല്ലാം കരിഞ്ഞു പോയിട്ട് കുഴികളായിട്ട്, ആ കുഴികളിലൂടെ അദ്ദേഹത്തിന്റെ പുറത്തുള്ള എല്ലുകളായിരുന്നു അത്ര ഉമർ കണ്ടത്. ഇത് കണ്ടിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നത്. പൊട്ടിക്കരഞ്ഞിട്ട് ഖബ്ബാബിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഖബ്ബാബേ, എന്റെ ശരീരത്തിൽ നാളെ പരലോകത്തെത്തുമ്പോ നീ ഇസ്ലാമിന് വേണ്ടി എന്ത് പീഡനമാണ് അനുഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഇതുപോലെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു പാടും എന്റെ ശരീരത്തിൽ ഇല്ലല്ല ഖബ്ബാബേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ഒരു ഉമറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഖബ്ബാബിയാണ്, ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയിട്ട് പീഡനം സഹിക്കുന്ന വേളയിൽ മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് കിട്ടുക റസൂലെ എന്ന് ചോദിക്കുമ്പോ റസൂല് പോലും ഒരു നിമിഷം എന്ത് മറുപടി പറയും തന്റെ കൂട്ടുകാരനോട്, തന്റെ സ്വഹാബിയോട് എന്ന് അന്താളിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബാബിനോട് ഒരു ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട്. ആ ആയത്ത് സൂറത്ത് ബഖറയിലെ 214-ാമത്തെ ആയത്താണ്. ആയത്തിൽ പ്രകാരമാണ് അം ഹസിബുത്തും അം തദ്ഖുലുൽ ജന്ന. ഒരു വല്ലാത്തൊരു പദപ്രയോഗമാണ്. അം ഹസിബുത്തും അം തദ്ഖുലുൽ ജന്ന. വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കുന്നത് വരെ നിങ്ങൾക്ക് വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവോട് അദ്ദേഹം അനുഭവിച്ച പീഡനത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം ആ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് അതികഠിനമായ പരീക്ഷണങ്ങളും ക്രൂരമായുള്ള വിഷമവും അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളും അള്ളാഹുവിന്റെ സഹായം എപ്പോൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആശങ്കപ്പെട്ട് കിടുകിട വിറക്കുന്ന നമുക്ക് അറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം കിടുകിട വിറപ്പിക്കുന്നത്, ഭയം കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം എപ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് കിടുകിട വിറക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മുമ്പ് പോലുള്ള പ്രവാചകന്മാർക്കും പ്രവാചകന്റെ അനുയായികൾക്കും വന്നു പോയിട്ടുണ്ട്. അത്തരം ഒരു പരീക്ഷണം നിങ്ങൾക്കും എത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആരോടാണ് പറയുന്നത്? പുറമൊക്കെ ഉരുകി പൊള്ളിപ്പോയി, തൊലിയെല്ലാം കരിഞ്ഞുപോയി, ഇറച്ചി മാറിപ്പോയി, എല്ല് അസ്ഥി കാണുന്ന ഖബ്ബാബിനോടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണങ്ങളൊക്കെ എത്രത്തോളം നിസ്സാരമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഹദീസ് ഇങ്ങനെ നമുക്ക് വായിക്കാം. അജബല്ലി അംറിൽ മുഅ്മിൻ. വിശ്വാസികളുടെ കാര്യം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ് എന്നാണ്. അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നാണ്, വളരെ അത്ഭുതമാണ്. എന്താണ് മുസ്ലിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ വിശ്വസിച്ച ആളുകളുടെ കാര്യം അത്ഭുതമായി മാറുന്നത്? ഇന്ന അംറുഹു കുല്ലുഹു ലഹു ഖൈർ. അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറായിരിക്കും അല്ലെങ്കിൽ നന്മയായിരിക്കും എന്നാണ്. മുഅ്മിനല്ലാത്ത വിശ്വാസികളല്ലാത്ത ഒരാളുകൾക്കും ഇങ്ങനെ ഒരു സംഗതി ഇല്ല. അത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ എന്തായിരിക്കും, നന്മയായിട്ടായിരിക്കും അല്ലെങ്കിൽ നന്മയായിട്ട് മാറും. വിശ്വാസി അല്ലാത്ത ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അവൻ എന്തെങ്കിലും സന്തോഷമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന് നന്ദി കാണിക്കും. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ പലപ്പോഴും പരീക്ഷണം എന്ന് പറയുന്നതെല്ലാം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെയോ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളെയോ ഒക്കെയാണ് നമ്മൾ പരീക്ഷണം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന സന്തോഷവും ജീവിതത്തിന്റെ സുഖങ്ങളും എല്ലാം പരീക്ഷണമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാരണം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഇന്ന് മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി. സുലൈമാൻ നബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അദ്ദേഹം പറയുന്നത്, അല്ലാഹുവേ, എനിക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് എന്നെ പരീക്ഷിക്കാനാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതം ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഒരു പ്രയാസമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല, രോഗങ്ങളില്ല, ഒരു കഷ്ടപ്പാടുമില്ല. എന്താ അതിനർത്ഥം? അതിനർത്ഥം അതൊരു പരീക്ഷണമാണ് എന്ന് തന്നെയാണ്. തീർച്ചയായും അത്തരം സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം,
ശക്കർ, അള്ളാഹുവിന് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അറിയാത്തൊരു നമസ്കാരമുണ്ട്. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വളരെ വലിയ അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന സമയത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് നമ്മൾ നമസ്കരിക്കുന്നത് വളരെ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തിന്റെ ബാക്കി ഭാഗം. അവനെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവൻ നന്നായിട്ട് ക്ഷമിക്കും. അത് പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പരീക്ഷണമാണ് എന്ന രീതിയിൽ അവൻ എന്ത് ചെയ്യും, അവൻ നന്നായിട്ട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കുന്ന സമയത്ത് അതും അവൻ എന്തായിട്ട് മാറും, ഒരു അനുഗ്രഹമായിട്ട്, ഒരു പ്രതിഫലമായിട്ട് മാറും എന്നുള്ളതാണ്. അതായത് ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതാകട്ടെ ചീത്തയാകട്ടെ എന്ത് തന്നെയാണെങ്കിലും ശരി, അതെല്ലാം അവന് നമുക്ക് പ്രതിഫലാർഹമായൊരു കാര്യമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒപ്പം ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചക്കായിട്ട് നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളുണ്ട്. ആ ന്യൂസുകൾ പലപ്പോഴും നമ്മളെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുള്ള, ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അല്ലെ, ഒരു മനുഷ്യത്വമുള്ള ഏതൊരു കരളിനെയും അലിയിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില അപകടങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത്, വാഹനാപകടം. നമ്മൾ കേരളക്കര ആകെ തന്നെ ദുഃഖത്തിലാകെ പോലുള്ള ഒരു വാർത്തയായിരുന്നു അത്. അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കൾ, പടക്കത്തിന് വേണ്ടിയുള്ള വെടിക്കെട്ടിന്റെ സ്ഫോടന വസ്തുക്കൾ പൊട്ടിപ്പോയിട്ട് അപകടം സംഭവിച്ചൊരു വാർത്ത, ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഞാനിത് സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് മരണപ്പെടുന്നത്? മരണപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മനുഷ്യരാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. പലപ്പോഴും മരണപ്പെടുന്നത് മനുഷ്യരല്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. വാഹനാപകടത്തിൽ മരണപ്പെട്ട ആളുകളൊക്കെ മുസ്ലിങ്ങളായിരുന്നു. വെടിക്കെട്ടപകടത്തിൽ മരണപ്പെട്ട ആളുകളൊക്കെ മറ്റേതോ മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു. എന്നിട്ട് ഈ ഒരു കാര്യവും ഇങ്ങനെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ചർച്ച ചെയ്ത്, എന്തുകൊണ്ട് അത് മുസ്ലിങ്ങൾ മരിച്ചു, എന്തുകൊണ്ട് അവിടെ മറ്റു മതക്കാർ മരണപ്പെട്ടു, എന്നിട്ട് അതിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു പദപ്രയോഗമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന രീതിയിലുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഉണ്ടാകാൻ പാടില്ല. മരണപ്പെടുന്നത് ആരാണെങ്കിലും, അപകടമായിക്കൊള്ളട്ടെ മറ്റു രീതിയിലായിക്കൊള്ളട്ടെ, മരണപ്പെടുന്നവര് മനുഷ്യരാണ് എന്നുള്ളൊരു ബോധം എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടായിരിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ആദരവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെ കയറിയിട്ട് നമ്മൾ അമിതമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഇകഴ്ത്തുന്നതിന് മാത്രമേ കാരണമായി തീരൂ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അപകടത്തിൽ നിന്നും മറ്റും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. അതാണ് സാമ്പത്തികമായും മറ്റും ബുദ്ധിമുട്ടുന്ന, രോഗം കൊണ്ടുമൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. അവരുടെ എല്ലാവരുടെയും കഷ്ടതകൾ നീ ദൂരീകരിക്കണേ. അതാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, സാധാരണ സാധുജനങ്ങളായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും പ്രയാസങ്ങളും കഷ്ടതകളും നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.
النار وأدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.